ഒരു ദിവസം ഒരു പെൻസിൽ ഇറേസറിനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കാനുണ്ട്. ഇറേസർ മറുപടി പറഞ്ഞു, എന്തിനാണ്? നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. പെൻസിൽ പറഞ്ഞു, നീ എന്റെ കാരണം കൊണ്ട് മുറിവേൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അത് മായ്ക്കാൻ നീ എപ്പോഴും ഉണ്ടാകും. പക്ഷേ എന്റെ തെറ്റുകൾ നീ മായ്ച്ചുകളയുമ്പോൾ നിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുകയും ഓരോ തവണയും നീ ചെറുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇറേസർ മറുപടി പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേ എനിക്കതിലൊട്ടും വിഷമമില്ല. നീ അറിയുക, ഇതിനുവേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കപ്പെട്ടത്. നീ ഒരു തെറ്റ് ചെയ്യുമ്പോഴെല്ലാം സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കപ്പെട്ടത്. ഒരു ദിവസം ഞാൻ ഇല്ലാതാകുമെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ എന്റെ ജോലിയിൽ സന്തോഷവാനാണ്. അതുകൊണ്ട് ദയവായി നീ വിഷമിക്കുന്നത് നിർത്തൂ. നിന്നെ സങ്കടത്തോടെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാവില്ല. നമ്മുടെ മാതാപിതാക്കൾ ഈ ഇറേസറിനെ പോലെയാണ്. അതേസമയം അവരുടെ കുട്ടികൾ പെൻസിലാണ്. അവർ എപ്പോഴും അവരുടെ കുട്ടികൾക്കായി ഉണ്ടാകും, അവരുടെ തെറ്റുകൾ തിരുത്തിക്കൊടുക്കും. ചിലപ്പോൾ ഈ യാത്രക്കിടയിൽ അവർക്ക് മുറിവേൽക്കുകയും ചെറുതാവുകയും പ്രായമാവുകയും ഒടുവിൽ നമ്മെ വിട്ടുപോവുകയും ചെയ്യും. കുട്ടികൾക്ക് പുതിയൊരാളെ ഒരു ഇണയെ കണ്ടെത്താൻ കഴിഞ്ഞാലും മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷവാന്മാരായിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവർ വിഷമിക്കുന്നതോ സങ്കടപ്പെടുന്നതോ കാണാൻ അവർ എപ്പോഴും ഇഷ്ടപ്പെടില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ പരിപാലിക്കുക, അവരോട് ദയയോടെ പെരുമാറുക, എല്ലാറ്റിനുമുപരിയായി അവരെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലവ് കമന്റ് ഇടുക.